ധനം ബിസിനസ് പൾസിലേക്ക് സ്വാഗതം. വ്യാജ നിക്ഷേപ ഉപദേശകന് ഓഹരി വിപണി നിയന്ത്രകരായ സെബിയുടെ വെള്ളടി. നിക്ഷേപകർക്ക് തട്ടിപ്പ് ഉപദേശവും സേവനവും നൽകിപ്പോന്ന ഫിൻഫ്ലുവൻസർ അവധൂത് സാഠേക്കും അയാളുടെ ട്രേഡിംഗ് അക്കാദമിക്കും സെബിയുടെ വിലക്ക്. അന്യായമായി സമ്പാദിച്ചതിന് 546 കോടി രൂപ പിഴ. ഭവന വാഹന വായ്പയിലും മറ്റും പലിശ നിരക്ക് കുറയ്ക്കാൻ വഴിയൊരുങ്ങി. റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് 0.5% കുറച്ച് 5.25%. പണനയ പ്രഖ്യാപനത്തിന് പിന്നാലെ രൂപ ദുർബലം, ഓഹരി വിപണിയിൽ കയറ്റം. വിമാന സർവീസ് പ്രതിസന്ധി 4ാം ദിവസത്തിൽ. ഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ ആഭ്യന്തര സർവീസുകളും ഇൻഡിഗോ ഇന്ന് റദ്ദാക്കി. കൃത്യസമയത്തിന് പെരുമ നേടിയ ഇൻഡിഗോ വ്യാഴാഴ്ച റദ്ദാക്കിയത് 500-ൽ പരം സർവീസുകൾ. 16 വയസ്സിൽ താഴെയുള്ളവരെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വിലക്കി ഓസ്ട്രേലിയ. നിയമം പാലിക്കാത്ത കമ്പനികൾക്ക് വൻ പിഴ ചുമത്തും. ഈ മാതൃക ലോകം നാളെ പിന്തുടരുമെന്ന് ഓസ്ട്രേലിയ. രത്തൻ ടാറ്റയുടെ പോറ്റമ്മ സിമോൺ ടാറ്റ 95-ാം വയസ്സിൽ മുംബൈയിൽ അന്തരിച്ചു. ലാക്മെ, ട്രെൻഡ് എന്നീ ബ്രാൻഡുകൾ കെട്ടിപ്പടുക്കുന്നതിൽ പങ്കുവഹിച്ചു. ജനീവയാണ് ജന്മനാട്. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം ഓൺലൈൻ.com.